എറണാകുളം ചോറ്റാനിക്കര പഞ്ചായത്ത് 4-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MD രമ്യയാണ് ആ വനിത. ഒരു കാലത്ത് മാലിന്യ ശേഖരത്തിനായി കയറിയിറങ്ങിയ വീടുകളിൽ ഇപ്പോൾ വോട്ട് ചോദിച്ചെത്തുകയാണ് രമ്യ. അതുതന്നെയാണ് ആ സ്ഥാനാർത്ഥിയുടെ മറ്റൊരു പ്രത്യേകത കൂടി. തീർച്ചയായും നമുക്ക് ഏതെല്ലാം റിപ്പോർട്ടൊന്ന് കാണാം. ചോറ്റാനിക്കര പഞ്ചായത്തിൽ രമ്യയ്ക്കറിയാത്ത വഴികളോ വീടുകളോ ഇല്ല. 2018 മുതൽ 5 വർഷക്കാലം ഹരിതകർമ്മസേനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന രമ്യ അന്ന് നടന്നു കയറിയിരുന്ന വീടുകളിൽ ഇപ്പോൾ വീണ്ടും എത്തുകയാണ്. വീട്ടുകാരെ കാണാൻ, അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ. ചോറ്റാനിക്കര പഞ്ചായത്തിൽ രമ്യ ഹരിതകർമ്മസേനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന കാലത്ത് ദേശീയ അംഗീകാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ പഞ്ചായത്തിന് നവകേരള പുരസ്കാരം ലഭിച്ചു. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചു. അതിലെല്ലാം നേതൃത്വം നൽകാനായിട്ട് സാധിച്ചതിൽ ആത്മാഭിമാനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സ്വച്ഛ് ഭാരതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടുള്ള ആ ഒരു അംഗീകാരം ലഭിച്ചത്. സ്വന്തം വാർഡിൽ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രമ്യ ചോറ്റാനിക്കര പഞ്ചായത്തിൽ നിലവിലുള്ള LDF ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചാണ് വോട്ട് തേടുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രത്തെ പൂങ്കാവനമാക്കിയതും സ്ത്രീകൾക്കായി പ്രത്യേക ജിംനേഷ്യം ആരംഭിച്ചതും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി അവർ മാർട്ട് തുടങ്ങിയതും ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നാണ് രമ്യയുടെ പ്രതീക്ഷ. ഇപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ രമ്യ കോച്ചാണോ നിൽക്കുന്നേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നീ ആയിരുന്നല്ലേ, അല്ലെങ്കിൽ ഹരിതകർമ്മസേനയിൽ നിന്നുകൊണ്ടാണോ നിന്നെ ഇങ്ങനെ ആക്കിയെന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. പക്ഷേ എല്ലാ വീടുകളിൽ നിന്നുമുള്ള അമ്മമാരുടെ പ്രതികരണം നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.